ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ദേഷ്യം പ്രകടിപ്പിക്കൽ വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നിങ്ങൾക്ക് ആപത്താണോ? ഭാര്യ ഭർത്താവിനോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു, ഭർത്താവും കൂടെ മക്കളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നു, മക്കൾ തിരിച്ചു പ്രകടിപ്പിക്കുന്നു. ദേഷ്യപ്രകടനം വിവാഹ ജീവിതത്തിൽ ആപത്താണോ? ദേഷ്യപ്രകടനം വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ച് ആപത്താണ് എന്ന് പഠനം തെളിയിച്ചിട്ടുണ്ട്. എല്ലായിടത്തും ദേഷ്യം ആപത്താണ് എങ്കിലും ഒരു വിശ്വാസം നിലവിലുണ്ട്. അത് തീർത്തും ശരിയല്ല എന്ന് ദേഷ്യപ്പെടുന്ന ആൾക്ക് പറയാൻ പറ്റും. കാരണം ദേഷ്യം എന്ന് പറയുന്നത് വരാനിരിക്കുന്ന ഏതെങ്കിലും വിപത്തുകളുടെ സൂചന പോലെയാണ് തോന്നുന്നത്. നമുക്ക് ഒരു കുടുംബത്തില് ഭർത്താവിന് ഭയങ്കരമായ ദേഷ്യമാണ് എപ്പോഴും. ഒരിക്കലും ഭാര്യയോടോ മക്കളോടോ സന്തോഷത്തോടെ സംസാരിക്കാറില്ല. എന്ത് പറഞ്ഞാലും ഉടനെ ദേഷ്യപ്പെട്ടെടുത്ത് ചാടിക്കടിക്കും. ഉടനെ ചിന്തിച്ചോളേ വേണ്ടൂ, ഈ ജീവിതം കുടുംബജീവിതം അധികകാലം മുന്നോട്ട് പോകില്ല. ഇവര് രണ്ടുപേരും തമ്മിൽ പിരിയേണ്ട സമയമായിട്ടുണ്ട്. എന്തോ വലിയ മഹാവിപത്ത് ഈ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നു. അപ്പോൾ എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ് ഈ ദേഷ്യപ്രകടനം എന്ന് പറയാം. സംഭവിക്കാൻ പോകുന്ന മഹാവിപത്തിന്റെ ഒരു ആരംഭ സൂചകമായിട്ടുള്ള ഒരു വിപത്തുകളുടെ ഒരു സൂചനയാണ് ഈ ദേഷ്യപ്പെടല്. ദാമ്പത്യത്തിൽ കൂടെ ദേഷ്യം പ്രകടിപ്പിച്ചാൽ, ദാമ്പത്യത്തിൽ ഭാര്യയും ഭർത്താവും കുടുംബജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കൂടെ ദേഷ്യം പ്രകടിപ്പിച്ചാൽ അവ പരിഹരിക്കപ്പെടുകയും കാരണം ആരായുകയും വേണം. ഒരു മൂന്നാമതൊരു വ്യക്തി ആരാണെങ്കിലും അത് എന്താണ് ദേഷ്യം, എന്താണ് ദേഷ്യത്തിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കുകയും അതിന് പരിഹാരം പറ്റുമെങ്കിൽ നിർദ്ദേശിക്കുന്നത് ഉൾപ്പെടെ ചെയ്യേണ്ടത് ആവശ്യമാണ്. ചില ഭാര്യാഭർത്താക്കന്മാരുണ്ട്, നേർത്ത ഒരു പ്രകോപനം മതി, ചെറിയൊരു നിസാര കാര്യം മതി, പരസ്പരം തെറി വിളിച്ചു തുടങ്ങും. വളരെ ചെറിയൊരു കാര്യമായിരിക്കാം, അത് പറഞ്ഞ് സംസാരിച്ച് വിട്ടുകളയേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഉടനെ അവിടെ അടിയായി, വഴക്കായി, തെറി വിളിക്കലായി. തങ്ങളുടെ കോപത്തിന്റെ കാരണങ്ങൾ യുക്തിപൂർവം ആലോചിക്കാതെ എന്തിനാണ് താനിപ്പോ ദേഷ്യപ്പെട്ടത്, താനിപ്പോ ദേഷ്യപ്പെടേണ്ടതുണ്ടായിരുന്നോ എന്ന് യുക്തിപൂർവം ആലോചിക്കാതെ ബഹളം വയ്ക്കുകയും കാരണങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്ന ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യം വിനാശത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്ന് അറിയുകയും അത് അറിഞ്ഞുകൊണ്ട് വീണ്ടും അതിലേക്ക് ചെന്നുപെടാതെ അതിനെ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ദേഷ്യപ്രകടനം വിവാഹ ജീവിതത്തിൽ ആപത്തല്ല എന്ന് പറയാം. പക്ഷെ നേരെ മറിച്ച് ഒരു നിസാര പ്രകമ്പനം കൊണ്ട്, ഒരു ചെറിയ പ്രശ്നം കൊണ്ട്, പ്രകമ്പനം കൊണ്ട് ബഹളം വയ്ക്കുകയും തെറി വിളിക്കുകയും കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുകയും ചെയ്തിട്ട് യുക്തിപൂർവ്വം ചിന്തിച്ച് അതിന് പരിഹാരങ്ങൾ കാണുകയും തന്റെ സ്വഭാവം തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യാതിരുന്നാല് തീർച്ചയായിട്ടും തങ്ങളുടെ ജീവിതം വിനാശകരമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ് എന്ന് ഭാര്യാഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാളെ മിണ്ടാതിരിക്കുക. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ മറ്റേയാളെ മിണ്ടാതിരുന്നാൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കൈയും കൂട്ടിയടിക്കും ഒച്ച കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ. ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. ഒരു അപ്പൂപ്പിന് ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. അവർ 70-75 വയസ്സായ വാർദ്ധക്യത്തില് ഒരിക്കൽ അമ്മൂമ്മ മരിച്ചുപോയി. ആദ്യം മരിച്ചുപോയത് അമ്മൂമ്മയാണ്. അമ്മൂമ്മ മരിച്ചു പോയിട്ട് ആ വൃദ്ധ ദമ്പതികൾ അമ്മൂമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ അപ്പൂപ്പന് ഭയങ്കര സങ്കടമായി. ഒറ്റയ്ക്കാണ്, കുട്ടികളില്ല അവർക്ക്, ദമ്പതികൾക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ അപ്പൂപ്പനോട് ഒരിക്കൽ ചോദിച്ചു, ഒരാൾ വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഒറ്റയ്ക്ക് കഴിയും, നിങ്ങൾ ഭാര്യയും ഭർത്താവും വളരെ സ്നേഹത്തിലായിരുന്നല്ലോ, കുറെ കാലമായിട്ട് ഇത്രയും വർഷം നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചതല്ലേ, എങ്ങനെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും, നിങ്ങൾക്ക് സങ്കടമില്ലേ, സഹിക്കാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ ഒറ്റയ്ക്കാക്കി തനിച്ചാക്കി നിങ്ങളുടെ ഭാര്യ പോയില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒന്നും സംസാരിച്ചില്ല, മിണ്ടിയില്ല. ഉടനെ പോയിട്ട് ആദ്യം ഒരു പെട്ടി തുറന്നു വെച്ചിട്ട് അദ്ദേഹം കാണിച്ചു കൊടുത്തു. അപ്പൊ നോക്കുമ്പോൾ ആ പെട്ടിയിൽ നിറയെ എന്താണ്, കൊച്ചു തുന്നിയ പാവകൾ ഇങ്ങനെ നിറച്ച് വച്ചേക്കാണ്. അപ്പൊ ഈ പാവകളെ കണ്ടപ്പോ ഇദ്ദേഹം ചോദിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊടുത്തു, ഈ ഓൾഡ് മാൻ, അതായത് ഈ അപ്പൂപ്പൻ പറഞ്ഞു കൊടുത്തു, അതായത് ഞാൻ പണ്ട് ദേഷ്യപ്പെടുമ്പോൾ, വഴക്കടിക്കുന്ന സമയത്ത്, എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ചീത്ത പറയാൻ തുടങ്ങുമ്പോൾ അവൾ എന്ത് ചെയ്യും, നൂലും തുണിയൊക്കെ എടുത്തിട്ട് ഈ പാവകളെ തുന്നുമായിരുന്നു. ഇങ്ങനെ ഈ പാവകളെ തുന്നി കഴിയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു തീരും, എൻ്റെ ദേഷ്യം തീരും. അതോടെ ഞാനത് ദേഷ്യം പറഞ്ഞു തരുമ്പോൾ തിരിച്ച് പ്രതികരിക്കാതെ ആകുമ്പോൾ ദേഷ്യം അടങ്ങും. അങ്ങനെ അത് തുന്നിത്തീരും. എൻ്റെ ദേഷ്യം തീരുന്നതോടുകൂടി ഇവിടെ പാവയും. അങ്ങനെ ഓരോ പ്രാവശ്യം എനിക്ക് ദേഷ്യം വരുമ്പോഴൊക്കെ ഇവള് പാവി എടുത്ത് തുന്നുമായിരുന്നു. അങ്ങനെ തുന്നി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഈ പാവകൾ എന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്ത് വേറെ ഒരു ചെറിയ ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് എടുത്ത് തുറന്നു കാണിച്ചു. ആ ബോക്സിൽ ഇതുപോലെ കുറെ സുന്ദരമായ പാവകളുണ്ട്. അപ്പൊ ചോദിച്ചു, ഇതോ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇത് എന്താണ്,
അവള് ദേഷ്യപ്പെടുന്ന സമയത്ത് ഞാനും ഇത് ജോലി തന്നെ ചെയ്യുമായിരുന്നു. അവള് ദേഷ്യപ്പെടുന്ന സമയത്ത് ഇതുപോലെ എടുത്തു വെച്ചിട്ട് ഞാനും ചെയ്തുകൊണ്ടിരിക്കും. തിരിച്ച് ഞാനും പ്രതികരിക്കാറില്ല. അങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എന്താണ് ഇതിൽ മുഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവള് മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താണ് ദേഷ്യപ്പെടാൻ ആരുമില്ല. എനിക്കും ദേഷ്യപ്പെടാനില്ല, അവൾക്കും ദേഷ്യപ്പെടാനില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെ ജീവിതത്തെക്കുറിച്ച് അത്രത്തോളം ഇത് ഉണ്ട്. എന്തായാലും ഈ ദേഷ്യങ്ങൾ അന്നേ ഞങ്ങൾ പിരിഞ്ഞു പോകേണ്ടതായിരുന്നു. ഇത്രത്തോളം എന്താണ് ചിന്തയോടെ പ്രവർത്തിച്ചത് കൊണ്ടാണ്, ദേഷ്യം വരുമ്പോൾ ഒക്കെ പാവകളെ തുന്നി മിണ്ടാതിരുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ജീവിതം ഇവിടെ വരെ എത്തിച്ചേർന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്താണ് വിട്ടുപിരിഞ്ഞതിൽ സങ്കടമല്ല, മറിച്ച് അതേക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വയസ്സായ കാലത്തും ഞങ്ങൾക്ക് എന്താണ് ജീവിതം ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നൊരു സന്തോഷമാണ് ഉള്ളത്. അപ്പോൾ ദേഷ്യപ്രകടനം എന്ന് പറയുന്നത് ഒരു വിവാഹ ജീവിതത്തിൽ ഒരാപത്താണ് എന്ന് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. കാരണം ദേഷ്യം വരുമ്പോൾ തെറി വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. അങ്ങനെ കുറെ പ്രാവശ്യം വിളിച്ച് പിന്നെ അവസാനം നമ്മൾ കാണുന്നവരെയൊക്കെ ചീത്ത വിളിക്കുക. അപ്പോൾ അതാണ് പറഞ്ഞത്, ഇതൊരു മഹാവിപത്തിലേക്കുള്ള ഒരു പോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.